ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കൂടുതൽ സാലറി കൂട്ടി ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം നമ്മുടെ ശ്രുതിക്ക്. അതുകൊണ്ട് ശ്രുതി പറയുക, അതെ ശ്രുതി പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചോദിച്ചോളാം, പക്ഷെ ഇപ്പൊ സമയം പോയി, ഞാൻ പൊക്കോട്ടെ പ്ലീസ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക കേട്ടോ. എന്നിട്ട് രാവിലെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ കിളി പോയത് തന്നെ എന്നൊക്കെ പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ എങ്ങോട്ടേക്ക് പോവാ? ഞാൻ ജോലിക്ക് പോവാ. അല്ല നീ എങ്ങനെയാ പോകുന്നതെന്നാ ചോദിച്ചത്. അത് പിന്നെ ഓട്ടോ വിളിച്ച്, എടാ നീ ഒരു കാർ ഷോറൂമിലല്ലേ നിൽക്കുന്നത്, നിനക്കൊരു കാറ് അവിടെ നിന്ന് എടുത്തൂടെ? അത് പിന്നെ അതെങ്ങനെയാ ഞാൻ എടുക്കുന്നത്? അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല. നീ എടുക്കാനല്ല, നീ കാറ് മേടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ അവിടുത്തെ സ്റ്റാഫ് അല്ലേ? ആദ്യം ചെറിയൊരു തുക കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ കിട്ടത്തില്ലേ? ബാക്കി തുക മാസാമാസം നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ കുറച്ച് അടച്ചാ പോരെ? അയ്യോ അച്ഛ, അങ്ങനെയൊന്നും അവർ കാർ തരില്ല അച്ഛ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇത് കേട്ടോണ്ട് വന്നു. അപ്പൊ ശ്രുതി പറഞ്ഞു, എങ്കിൽ പിന്നെ അങ്ങനെയാകുമ്പോഴേ ശ്രുതിക്ക് ലോൺ എടുക്കാമല്ലോ. ലോണ് കുറച്ച് തരുമായിരിക്കും അവിടുത്തെ MD. ദിവസവും നല്ലൊരു തുകയല്ലേ ഓട്ടോയ്ക്ക് കൊടുക്കുന്നത്. കാർ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കത്തില്ലേ? കൊള്ളാം, നല്ല ഐഡിയ ഒക്കെയാ, നമുക്ക് നോക്കാം. ദേ സത്യമായിട്ടും ഉണ്ടല്ലോ അങ്കിളെ, ഞാൻ കാറ് മേടിക്കുന്ന കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല, പക്ഷെ അങ്കിളാ ഈ സൂപ്പർ ഐഡിയ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിൽ നമ്മുടെ ശ്രുതി നല്ല ബെസ്റ്റ് ഐഡിയ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട്, അമ്മേ ലഞ്ച് റെഡി ആയില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും റെഡിയായടാ വരുവാടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ചന്ദ്ര വന്നു ലഞ്ചുമായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇത് എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്, ലഞ്ച് ലേറ്റ് ആയിട്ടുണ്ടല്ലേ, ഓഫീസിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് അറിയാമോ? അതൊക്കെ ഞാൻ വേണ്ട ഡീൽ ചെയ്ത് പോകാന്. ഏതായാലും സാരമില്ല, ഇനി കറക്റ്റ് എല്ലാ ദിവസവും നേരത്തെ ലഞ്ച് എടുക്കണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയോട് ശ്രുതി പറഞ്ഞു, ആന്റി ഈ മാസം ഉണ്ടല്ലോ 15 കാറാ സെയിലായത് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന്. അതും കൊണ്ട് ഈ മാസം കൂടുതൽ ശമ്പളം കിട്ടാനും ചാൻസ് ഉണ്ട്. ഇനി അങ്ങോട്ടേക്കും കൂടുതൽ ശമ്പളം കിട്ടുമായിരിക്കും എല്ലാ മാസവും. ഏതായാലും ഞങ്ങൾ പോയിട്ട് വരാട്ടോ ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും കൂടി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര ഇവനെന്തിനാ ഇങ്ങനെ, ഇവന് ജോലിക്കൊന്നും അല്ലല്ലോ പോകുന്നത്, പിന്നെന്തിനാ ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവന്റെ കാഞ്ഞ ബുദ്ധി കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പം അതേ ശ്രുതി അവിടെ നിന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ഇതുവരെ അമ്മയുടെ ഒന്നും തീർന്നില്ല, ഞാൻ പോട്ടെ എനിക്ക് സമയമായി, ഇതെന്തിനാ ഈ പോകാറാകുമ്പോൾ കിടന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, എടാ നിന്നെ അല്ലടാ വിളിച്ചത്, ഞാൻ ശ്രുതിനെയാ വിളിച്ചത്. ശ്രുതി, ദേ ഞാനേ ഇന്ന് അവിടെ ബ്യൂട്ടി പാർലറിൽ വരുന്നുണ്ട്, എനിക്ക് ചെറിയൊരു മസാജ് ഒക്കെ ചെയ്യണം, വല്ലാത്ത ദേഹത്തിന് വേദനയും തലവേദനയും കാലുവേദനയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം, അയ്യോ അത് പിന്നെ അമ്മേ അങ്ങനെ ഇന്ന് എനിക്ക് മസാജ് ചെയ്ത് തരാനേ സമയമില്ല, കാരണം ഞാനിന്ന് വേറൊരു വീട്ടിൽ പോകുന്നുണ്ട്, അവിടെ ചെന്നിട്ടാ ഞാനിന്ന് ചെറിയ ജോലിയൊക്കെ ഉള്ളത്, അവിടെ ചെന്നിട്ടൊരു മേമിന് കുറച്ച് സ്പായൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ എങ്കിൽ പിന്നെ വേറൊരു ദിവസം ആവട്ടെ അല്ലേ? ഏതായാലും ഞാനിന്ന് നേരത്തെ വരാമെന്ന് നോക്കാം, നേരത്തെ വരികയാണെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ അമ്മയ്ക്ക് ഞാൻ ചെയ്തു തന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ പിന്നെ ശ്രുതിമോള് ശ്രുതിമോള് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ചന്ദ്രയൊക്കെ വിടുകയാണ് കേട്ടോ അവരെ, ശ്രുതിനെയും കൂടെ. ഇതിന്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. ശ്രുതി പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, എടാ നീ എന്തിനാടാ നീ ഒരു കാര്യം ഓർത്തോ, ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പം നീ സന്തോഷ വാർത്തയായിട്ടേ വരാൻ പാടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി നോക്കിയപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ടോണ്ട് രവീന്ദ്രൻ നിൽക്കുകയാണ്. ചന്ദ്രയാണ് തൊട്ട് ഇത് കാണുന്നുമില്ല. ചന്ദ്ര ഇത് കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയാണ് പേടിച്ചു പോയിട്ടോ. ദൈവമേ അമ്മേ ദേ അച്ഛൻ നിൽക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, നീ എന്താടി ചന്ദ്ര പറഞ്ഞത്, സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? അത് പിന്നെ വേറൊന്നും അല്ല, ഞാൻ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞതേ ഇപ്പൊ കണ്ടില്ലേ ശ്രുതിയുടെ ഒരു സന്തോഷം. അപ്പൊ ഇനിയും കാറ് കൂടുതൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇനി അവൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുമല്ലോ, അവൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടായാല് എനിക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു. രവീന്ദ്രൻ അങ്ങ് പിടികിട്ടിയൊന്നും ഇല്ല കേട്ടോ, എന്താ സംഭവം എന്നൊന്നും നമ്മുടെ രവീന്ദ്രൻ അങ്ങ് മനസ്സിലായില്ല, കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുമില്ല. അതിനു മുമ്പ് നമ്മുടെ ശ്രുതി കണ്ടത് കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ട് ശ്രുതി രക്ഷപ്പെട്ടില്ലെങ്കിൽ ചന്ദ്ര അവിടെ നിന്ന് എല്ലാം വെളിപ്പിച്ച് കുളവാക്കി തീർത്തേനെ.
പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് രേവതി അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് കറിയും അതുപോലെ തന്നെ ചോറും ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ അതിൻ്റെ ഒരു പല്ലീനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു പല്ലിയാണെങ്കിൽ മേളിലേക്ക് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ രേവതി വന്നിട്ട് അതേ അച്ഛന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിച്ചു, ഓഹോ വീട്ടിൽ നിന്ന് അല്ല വീട്ടിനകത്ത് പണിയാൻ വന്ന ജോലിക്കാരെ പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നീ എവിടെ പോവാ നീ പറയുന്നത്? അല്ല എന്ന് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടല്ലോ. അത് പിന്നെ അമ്മേ ഞാൻ പൂക്കടയില് അമ്മേനെ സഹായിക്കാൻ പോവാ, ഇന്ന് കുറെ പൂമാലകൾക്കുള്ള ഓർഡർ ഉണ്ട്. താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഇവിടെ, ജോലി ചെയ്യുന്നത് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി. കൊള്ളാലോടി നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോടി ഇവിടെ? കല്യാണം കഴിഞ്ഞ് കയറി വന്ന വീട്ടിൽ ഒരു ഉപകാരവും ഇല്ല. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല ജോലി, ഇവിടെ വേറെയും പല ജോലികളും ഉണ്ട്. അതൊക്കെ നീ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നീ പോയാ മതി, അല്ലാതെ നീ എങ്ങോട്ടേക്കും പോണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ പൂക്കടയില് അവൾക്ക് കുറെ ഓർഡറുകൾ ഉള്ളത് കൊണ്ടല്ലേ അവള് പോണെന്ന് പറഞ്ഞത്, അവള് പോട്ടെ. ഇവിടെ വേറെ ജോലി ഉണ്ടെങ്കിൽ ചന്ദ്രൻ നിനക്കെടുത്തൂടെ? അല്ലെങ്കിൽ പിന്നെ ശ്രുതിയോട് പറ ജോലി എടുക്കാന്. മോളിപ്പ ചെല്ല്, മോള് പോയി അമ്മേനൊക്കെ സഹായിച്ചിട്ട് വാ. എനിക്ക് പിന്നെ ശരി അച്ഛ, ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം അച്ഛ. ഇനിയിപ്പൊ അഥവാ വൈകിട്ടുണ്ടെങ്കിൽ ഭക്ഷണം എടുത്ത് കഴിക്കാൻ മറക്കരുത് കേട്ടോ. മോള് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അമ്മേ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ചന്ദ്രയുടെ മുഖത്രയ്ക്ക് തെളിഞ്ഞൊന്നും ഇല്ലെങ്കിലും രേവതി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എല്ലാ കാര്യത്തിലും നിങ്ങൾ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവളിങ്ങനെ ആടുന്നത്. ഒരു പുന്നാര മരുമകളും ഒരു പുന്നാര അച്ഛനും പറഞ്ഞാൽ മതിയല്ലോ എന്നെ, അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് ദേഷ്യം വന്ന് ഈ ഭാമ എന്നെ ഇതുവരെ വരാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുറത്തോണ്ട് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഭാമ അകത്തേക്ക് കയറി വരും. അപ്പൊ ഭാമ ചോദിച്ചു, എന്താ രേവതി സുഖമാണോ നിനക്ക്? സുഖം ആന്റി, ഞാനേ പൂക്കട വരെ ഒന്ന് പോയിട്ട് വരാം, സമയമില്ലാട്ടോ. ശരി മോള് പോയിട്ട് വാ, ഞാനേ ചന്ദ്രനെ പോയി കാണട്ടെ എന്ന് പറഞ്ഞ് ഭാമ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. നമ്മുടെ രേവതി ആണെങ്കിൽ വെളിയിലേക്കും പോയി. നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മയങ്ങാണെന്ന് വെച്ചാൽ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഭാമ കയറി വന്നത്. ഭാമ കയറി വന്നിട്ട് രവിയേട്ട എന്നിങ്ങനെ വിളിച്ചു. ഭാമയോ, കുറച്ചു ദിവസം ആയല്ലോ ഭാമയെ നിന്നെ കണ്ടിട്ട്, നീ ഇരിക്കിരിക്കിരിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഭാമ പറഞ്ഞു, ഞാൻ ഇരുന്നോളാം. അല്ല രവിയേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്, സുഖമായോ? ഇപ്പം പ്രശ്നമൊന്നുമില്ല, മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു. ഞാനന്ന് നാട്ടിലൊക്കെ പോയിരുന്നു, അതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ കഴിയാത്തത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട്, ഭാമേ നീ വന്നോ, നീ എന്താണ് ഇത്രയും താമസിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ കുറച്ച് താമസിച്ചു പോയി എന്നിങ്ങനെ ഭാമ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനോട് ഭാമ പറഞ്ഞു, ശ്രീകാന്ത് ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ കരുതിയതൊന്നും അല്ലല്ലോ, പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാ ഭാമേ, നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ ആളുകള്, പ്രത്യേകിച്ച് നമ്മുടെ മക്കള് നമ്മൾ കരുതുന്ന പോലെ ഒന്നും അല്ല. അപ്പൊ ഭാമ പറഞ്ഞു, വിഷമിക്കാതെ രവിയേട്ടാ, എല്ലാം ശരിയാകുന്നേ. എന്ത് ശരിയാകാനാ, ഇനി എന്ത് ശരിയാകാനാ? പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല ഭാമേ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. എങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറി വാ, പെട്ടെന്ന് കയറി വാ, നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിങ്ങൾ രണ്ടും കൂടെ എവിടെ പോവും ഇപ്പം? അത് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഒരു സ്ഥലം വരെ പോവാ രവിയേട്ടാ എന്നിങ്ങനെ ഭാമ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഈ രവിയേട്ടൻ എല്ലാ സ്ഥലവും പോകുന്ന സ്ഥലം എല്ലാം പറഞ്ഞു തരണോ രവിയേട്ട എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാനൊന്ന് ചോദിച്ചതാണേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഭാമേനെ ഒന്നും കൂടെ ചന്ദ്ര വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി, ഭാമേ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം വാ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് വീണ്ടും കൊണ്ടുപോയി കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന ഭക്ഷണം എല്ലാം തുറന്ന് അതിനകത്തിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഭാമ പറഞ്ഞു, അല്ല നീ ശ്രീകാന്തിനെ കാണാൻ പോകുന്ന വിവരം ഇതുവരെ രവിയേട്ടനോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടില്ല എന്റെ പൊന്ന് ഭാമേ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എങ്കിൽ പിന്നെ സാരമില്ല, നമുക്ക് പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യ, ഒരു 3 ഇഡലി ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമയ്ക്ക് ഒരു 3 ഇഡലിയൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. ഇഡലിയും സാമ്പാറൊക്കെ എടുത്തു കൊടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ചന്ദ്ര ഒരു കറി മൂടി വെക്കുന്നില്ല. കറി മൂടി വെക്കാതെ ഇവര് നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇവരുടേതായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിനിടയിൽ ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കറി മൂടി വെക്കാൻ സത്യം പറഞ്ഞാൽ മറന്നും പോയി കേട്ടോ. അപ്പൊ കറി തുറന്നിരിക്കുകയാണ്, അതിന്റെ മേളിൽ ഒരു പല്ലിയും. ആ പല്ലി വന്ന് എന്ത് ചെയ്തു, ഈ കറിയിലേക്ക് അങ്ങ് ചാടുകയും ചെയ്തു കേട്ടോ. അവിടെ നമ്മുടെ രവീന്ദ്രൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭക്ഷണം കഴിക്കാൻ രേവതി വരുന്നതിന് മുമ്പാണെങ്കിൽ രവീന്ദ്രൻ അതെടുത്ത് കഴിക്കുകയും ചെയ്യൂലോ. അപ്പൊ ഏതായാലും ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ പല്ലി അങ്ങോട്ട് സാമ്പാറിൽ വീണ് കിടക്കുക. അങ്ങനെ ചന്ദ്രയും ഭാമയും കൂടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് രവീന്ദ്രനോട് പറഞ്ഞു, അത് പിന്നെ രവിയേട്ടാ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ, ഇനിയിപ്പോ രേവതി പൂ കിട്ടിക്കഴിഞ്ഞാൽ നാടൊക്കെ ചുറ്റി കറങ്ങിയിട്ട് വരത്തുള്ളൂ, അവള് ലേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ഭക്ഷണം എടുത്ത് കഴിക്കണം കേട്ടോ. ഞാൻ കഴിച്ചോളാം ചന്ദ്രൻ, നിങ്ങൾ രണ്ടുപേരും പോകാൻ ഇറങ്ങിയതല്ലേ, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭാമയും ചന്ദ്രയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. രവീന്ദ്രൻ മാത്രമാണ് വീട്ടിലുള്ളത്. വിശക്കുമ്പോ ഭക്ഷണം എടുത്ത് കഴിച്ചോളാനും പറഞ്ഞു. ഇനിയിപ്പം ആ ഒരു സാമ്പാർ മൂടി വെച്ചിട്ടില്ല, അതിനകത്ത് പല്ലിയും വീണിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും, വിഷമാണല്ലോ പല്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ രേവതിയുടെ തലയിലെ വരത്തുള്ള, രേവതി ഉണ്ടാക്കിയ കറിയാണ്, രേവതി മൂടി വെച്ചില്ല എന്ന് വരും.
ഇത് ഭാമയും ചന്ദ്രയും കൂടെ ചെയ്ത പണിയാണെന്ന് അതൊരിക്കലും ആരും അറിയുകയില്ല കേട്ടോ. അപ്പൊ ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രയും ഭാമയും ഒക്കെ പോയി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെയാണ്. അങ്ങനെ രേവതി നേരെ നമ്മുടെ ഫൈനാൻസറുടെ വീട്ടിലേക്ക് പോവാം. ഫൈനാൻസറുടെ വീട്ടിലേക്ക് പോയി കാര്യങ്ങളൊക്കെ ചെന്ന് വീട്ടിലേക്കല്ല കേട്ടോ, ഓഫീസിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഓഫീസിലേക്ക് ചെന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ അവിടുത്തെ ഒരു സ്ത്രീയോട് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എന്തിനാ രേവതി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? തന്റെ ഭർത്താവ് ഇവിടെ കിടന്ന് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയതാ, അതുകൊണ്ട് അങ്ങേരുടെ മുമ്പിൽ ചെന്ന് ചെല്ലാതിരിക്കുന്ന നല്ലത്, അതുകൊണ്ട് പോകണ്ട, നീ ഇപ്പൊ കാണാൻ പോകണ്ട, നീ ഇപ്പൊ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി സമ്മതിക്കുന്നില്ല കേട്ടോ. രേവതി പറഞ്ഞു, എനിക്കൊന്ന് കാണും, എനിക്കൊന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ സ്ത്രീ പറഞ്ഞു, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പോയി കാണാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ വേറൊരു ആളവിടെ നിപ്പുണ്ടായിരുന്നു, നമ്മുടെ ഫൈനാൻസറുടെ വല്ല മാനേജറും ആയിരിക്കും. അപ്പൊ പുള്ളിക്കാരനോട് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏതായാലും വെയിറ്റ് ചെയ്യുക, ഞാൻ ഏതായാലും ഇപ്പം പുള്ളിക്കാരനോട് പോയി പറഞ്ഞിട്ട് വരാം, ബോസിനോട് പോയി പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരെ അങ്ങ് അകത്ത് കയറി പോയിട്ടോ. ഏതായാലും ഈ സമയമാണെങ്കിൽ നമ്മുടെ ഫൈനാൻസർ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആരോ രണ്ടുപേര് വന്നു, അവർക്ക് പൈസ കൊടുക്കാനോ പൈസ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാനോ എന്തൊക്കെയോ ഉള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ആ മാനേജർ വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ബോസിനെ കാണാൻ വേണ്ടി സച്ചിയുടെ ഭാര്യ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവന്റെ ഭാര്യയോ? അവൻ പറഞ്ഞു വിട്ടതായിരിക്കും. ഏതായാലും അവിടെ നിൽക്കട്ടെ, എനിക്കിപ്പൊ ആരെയും കാണണ്ട, ഞാൻ തിരക്കിലാണ്, ഇപ്പൊ കാണാൻ എനിക്ക് പറ്റില്ലെന്നൊരു കാര്യം ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ശരി ബോസേ, ഞാൻ അങ്ങനെ പറയാന്ന് പറഞ്ഞുകൊണ്ട് നേരെ അയാള് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ പിന്നെ സാറ് തിരക്കില്ല, ഇപ്പൊ കാണാൻ പറ്റില്ലെന്നാ സാറ് പറഞ്ഞത്, താൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, താൻ പോകാൻ നോക്ക്. അത് പിന്നെ ഞാൻ തിരക്ക് കഴിഞ്ഞിട്ട് സാറിനെ കണ്ട് സംസാരിച്ചിട്ട് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ഒന്നുകൂടി ഒന്ന് പറയോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്? ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം ഞാന്, സാറ് കുറച്ച് ചൂടിലാണ്, ബോസ് കുറച്ച് ചൂടിലാണെന്ന് പറഞ്ഞപ്പോ പ്ലീസ് ഒന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ വീണ്ടും ആ മാനേജർ അകത്ത് കയറി ചെന്നിട്ട് നമ്മുടെ ആ ഫൈനാൻസറിനോട് പറയുകയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. ഫൈനാൻസർ സമ്മതിക്കുവോ? അങ്ങേർക്ക് ദേഷ്യം വന്നിട്ട് അങ്ങേര് പറഞ്ഞു, എനിക്ക് കാണാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്, വീണ്ടും വീണ്ടും ഇത് വന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോ അത് പിന്നെ ആ പെണ്ണ് പോകുന്നില്ല, സാറിനെ കണ്ടിട്ടേ പോവുള്ളൂന്നാ പറയുന്നത്. മനുഷ്യന് പണി ഉണ്ടാക്കാൻ വേണ്ടി, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെന്ന് പറ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറ, അതുകൊണ്ട് ഇപ്പൊ താൻ ചെന്ന് അങ്ങനെയൊക്കെ പറയും, എന്തേലും കാണിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അയാൾ ഇറങ്ങിപ്പോയി നമ്മുടെ രേവതിയോട് പറഞ്ഞു, ഇപ്പൊ ഇച്ചിരി ബോസ് ഇച്ചിരി തിരക്കിലാണ്, അതുകൊണ്ട് കുറച്ചു നേരം ഇവിടെ രേവതി വെയിറ്റ് ചെയ്തോ, ഇപ്പൊ വരുന്നു പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ഇവിടെ വെയിറ്റ് ചെയ്യാനും തുടങ്ങി. അങ്ങേരാണെങ്കിൽ എന്തോ എഴുതി കുത്തുന്നതിന്റെ തിരക്കിലോ പൈസ കൊടുക്കുന്നതിന്റെ തിരക്കിലോ ഒക്കെ ആണ്. അങ്ങനെ കുറെ നേരമായിട്ടും പുള്ളിക്കാരൻ ഇറങ്ങി വരുന്നില്ല കേട്ടോ. കുറെ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറും ഒക്കെ ഇങ്ങനെ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ വേറെ ആൾക്കാർ വന്നു പോകുന്നൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ രേവതി ആ റൂമിന്റെ പുറത്തിരുന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഒരാൾ ഇറങ്ങി വന്ന്, ആ മാനേജർ ഇറങ്ങി വന്നിട്ട് വാ മേഡം കയറി വാന്ന് പറഞ്ഞപ്പോ രേവതി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, അയ്യോ നിങ്ങളെയല്ല വിളിച്ചത്, ഈ മേഡത്തിനെ വിളിച്ചതെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് വേറൊരു സ്ത്രീനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോയി. പിന്നെയും നമ്മുടെ രേവതിനെ വിളിച്ചില്ല. അപ്പം രേവതിക്ക് മനസ്സിലായി തനിക്കെങ്ങാണ്ട് പണി തരുന്നതെന്ന് കാര്യം പിടികിട്ടിട്ടോ. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് വരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരികയും ഫോണിൽ സംസാരിക്കാൻ വണ്ടി അവിടെ നിർത്തുകയും ചെയ്തപ്പോൾ നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടെ ശ്രീകാന്തിനെ കാണുന്നത്. ശ്രീകാന്തിനെ കണ്ടതും നമ്മുടെ ചന്ദ്രയാണെങ്കിലും മോനെ ശ്രീകാന്തേ, എടാ ശ്രീകാന്തേ എന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഓടി വന്നിട്ട്, അമ്മ എന്താ അമ്മ ഇവിടെ എന്ന് പറയുമ്പം നമ്മുടെ ചന്ദ്ര നന്നായിട്ട് കരയാണ് കേട്ടോ. അപ്പം ശ്രീകാന്ത് പറയാ, അമ്മ കരയാതിരിക്കുക, അമ്മ എന്താ ഇവിടെ, അമ്മ എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാണോ എന്ന് ചോദിച്ചപ്പം, നിന്നെ കാണാനല്ലാതെ വേറെ ആരെ കാണാനാടാ ഞാൻ വന്നത്, എനിക്ക് സഹിക്കുന്നില്ലടാ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സത്യമായിട്ടും സമാധാനം കിട്ടുന്നില്ല, വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് അറിയാമോ മോനെ എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, അബദ്ധമൊക്കെ പറ്റിപ്പോയി, സാരമില്ല, അതൊന്നും ഓർത്ത് ഇനി മോൻ വിഷമിക്കണ്ട, അച്ഛനെ ഒന്ന് കാണാൻ പോലും എന്നെ സമ്മതിച്ചില്ലല്ലോ അമ്മേ, അമ്മയും എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ, ദേ നീ ചെയ്ത കാര്യത്തില് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഏതൊരമ്മയും ചെയ്യുന്ന കാര്യമല്ലേ ഞാൻ ചെയ്തത്. ശ്രീകാന്തേ, ആ പെണ്ണുമായിട്ട് നീ പ്രണയത്തിലാണെന്നുള്ള കാര്യം ഈ ചന്ദ്രയോട് മുന്നേ പറയുമായിരുന്നെങ്കിൽ നാലാളറിഞ്ഞ് നല്ല രീതിയിൽ നടത്തി തരത്തില്ലായിരുന്നോ ചന്ദ്ര, ഒളിച്ചോടി പോണമായിരുന്നോ എന്നിങ്ങനെ ഭാമ ചോദിച്ചു കേട്ടോ. ഭാമ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയതാ, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല, എന്റെ അച്ഛനെയോ എന്റെ അമ്മയോ എന്റെ ചേട്ടന്മാരെയോ ഒന്നും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, നടക്കേണ്ടതൊക്കെ നടന്നു, നീ മിണ്ടാതിരിക്കുക, ഇതൊന്നും പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല, ഇത്രയും ദിവസമായിട്ടും നിനക്ക് ഒന്നൊന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലോ മോനെ, ഒന്ന് വിളിക്കത്തില്ലായിരുന്നോ, അത് പിന്നെ അമ്മ ദേഷ്യപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ ഭയന്നിട്ടാ ഞാൻ ഫോൺ ചെയ്യാതിരുന്നത്, അമ്മയ്ക്ക് നിന്നൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, അത് എല്ലാ കാലവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ മോനെ,
എന്റെ മോനല്ലേ നീ, അതുകൊണ്ട് തന്നെ ഞാന് അതൊക്കെ അങ്ങ് മറക്കുക. നീ പോയ വഴിക്ക് പോട്ടെ എന്ന് കരുതാൻ പറ്റുമോ? ഒരിക്കലും ഒരു അമ്മയ്ക്ക് അങ്ങനെ പറ്റില്ല മോനെ. ഞാൻ നിന്നെ കാണാനേ റെസ്റ്റോറന്റിലേക്ക് വരുമായിരുന്നു, അപ്പോഴാ പെട്ടെന്ന് നിന്നെ ഇവിടെ കണ്ടത്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ അമ്മ കരയാതിരിക്കുക. മോനെ, എങ്ങനെ കരയാതിരിക്കും? നീ ആകെ കോലം കെട്ടുപോയല്ലോ, മുഖമൊക്കെ വാടിയിരിക്കുക. നീ ഭക്ഷണം ഒന്നും കഴിക്കാറില്ലേ? എല്ലാത്തിനും കാരണമുണ്ടല്ലോ ആ രേവതി എന്നോട് പറയാതെ എല്ലാം നീ അവളോട് പറഞ്ഞു. ആ വിഷയം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ, ആരും അറിയാതെ നിങ്ങളുടെ കല്യാണം നടത്തി. അതാ ഏറ്റവും വലിയ തെറ്റ്. അവള് കാണിച്ചത് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. അയ്യോ അമ്മയെ, ഏടത്തിനെ കുറ്റപ്പെടുത്തരുത്. ഞങ്ങള് വിവാഹം കഴിക്കുന്ന കാര്യം ഏടത്തിക്ക് അറിയില്ലായിരുന്നു. വർഷയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ ഞാൻ ഏടത്തിനെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. നീ കള്ളം പറഞ്ഞ് രേവതിനെ ന്യായീകരിക്കാൻ നോക്കരുതേ. നീ കള്ളം പറഞ്ഞാലും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കാമേ. നീ ഓരോന്ന് പറഞ്ഞ് അവളെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട. അവളുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട, അതൊക്കെ വിട്. പിന്നെ അതെ, ഞാൻ നിന്നെ കാണാൻ വന്നത് നീ വീട്ടിലേക്ക് വരണമെന്ന് പറയാനാ. അതുകൊണ്ട് മോന് വീട്ടിലേക്ക് വരണം. എന്തിനാ നീ വേറെ എവിടെയെങ്കിലും താമസിക്കുന്നത്? അങ്ങനെ വാടകയ്ക്കൊക്കെ താമസിക്കേണ്ട കാര്യമുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നിനക്ക് കഴിയത്തില്ലേ? പ്ലീസ് മോനെ, നീ വാ മോനെ. അത് പിന്നെ ഞാൻ എങ്ങനെയാ തനിയെ വരുന്നത്? ഇപ്പൊ എന്റെ കൂടെ എന്റെ ഭാര്യയുണ്ട്. അവളെ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരാനാ? അതിന് മോൻ തനിയെ വരാനല്ലല്ലോ പറഞ്ഞത്. എന്റെ മരുമകളെയും കൂട്ടി വീട്ടിലേക്ക് വരാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ പൂർണ്ണ മനസ്സോടു കൂടി തന്നെ എന്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു അവളെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ ഏതായാലും അപ്പം നമ്മുടെ ശ്രീകാന്ത് പെട്ടെന്ന് നമ്മുടെ വർഷ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക. കാരണം വർഷയ്ക്ക് നമ്മുടെ ശ്രീകാന്തിന്റെ വീട്ടുകാരോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. നമ്മുടെ ശ്രീകാന്തിന്റെ സച്ചി പ്രത്യേകിച്ചാണ് തല്ലിയില്ലോ. അപ്പൊ ആ കാര്യം ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുകയാണ് കേട്ടോ. നമ്മുടെ വർഷ സമ്മതിക്കുമോന്നും അറിയില്ലല്ലോ ആ വീട്ടിലേക്ക് ചെല്ലാൻ. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ശ്രീകാന്ത് അതൊന്ന് അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല മോൻ എന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞപ്പം, നീ ഒരു കാര്യം നോക്കിക്കേ, ഞാന് തീരെ ഇഷ്ടമില്ലാഞ്ഞിട്ടും ആ പൂ കെട്ടുന്നവളെ എന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നില്ലേ, ഞാന് അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെയാണോ വർഷ? സത്യം പറയട്ടെ, എനിക്ക് വർഷനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ വർഷനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വർഷ നല്ല കുട്ടിയാ. നിന്നെ അവള് അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാ. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതെനിക്ക് മനസ്സിലായതാ. അവള് നല്ല ഉശിരുള്ള പെൺകുട്ടിയാ. ഞാൻ ശ്രീകാന്തിന്റെ കൂടെയാ പോകുന്നതെന്ന് അവളുടെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെട്ടി തുറന്ന് പറഞ്ഞില്ലേ, അത് പോലീസുകാരുടെ മുന്നിൽ വെച്ച്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണം. ഇനി അമ്മ വിളിച്ചില്ല എന്ന് ഓർത്ത് വീട്ടിലേക്ക് വരാതിരിക്കരുത് എന്നിങ്ങനെ പറഞ്ഞോട്ടു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് ഒത്തിരി സന്തോഷമായി. ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം.